ഹലോ. ഗോൾഡ് സ്റ്റോണിൻ്റെ കൂടപ്പിറപ്പായിട്ട് തന്നെ എനിക്കൊരു കിട്ടിയൊരു സാധനമാണ് ഇച്ചിങ്. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ഉള്ളംകൈയും ഉള്ളംകാലും വായ്ക്കകം വരെയായിരുന്നു ചൊറിയുന്നത്. എൻഡോസ്കോപ്പിക് റിമൂവൽ കഴിഞ്ഞിട്ടും ഇച്ചിങ് മാറുന്നില്ലെങ്കിൽ GPനെ വിളിച്ച് കൺസൾട്ട് ചെയ്യണമെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. GP എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അടുത്ത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ടാവും. നമ്മൾ അവിടെ വേണം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും വയ്യായ്കയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്ലിനിക്കിലോട്ടാണ് വിളിക്കുക. രാവിലെ ഓപ്പണിംഗ് ടൈമിൽ തന്നെ വിളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അന്നത്തേക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ 8 മണിയായപ്പോൾ തന്നെ വിളിച്ചു. എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. നമ്മളെ ഫോണിലാണ് കേട്ടോ തിരിച്ച് ഡോക്ടർ വിളിക്കുക. ഡോക്ടർ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ഫോണിൽ തന്നെയാണ് കൺസൾട്ടേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ബ്ലഡ് ടെസ്റ്റിനൊരു അപ്പോയിൻമെൻറ്റ് തന്നു. നമുക്കൊരു ഫോണിലോട്ട് തന്നെ ഒരു ലിങ്ക് അയച്ചു തന്നു. എന്നിട്ട് അതിൽ കയറി ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. ആ ലിങ്കിൽ കയറി ഞാൻ പിറ്റേ ആഴ്ചത്തേക്കുള്ള ഒരു അപ്പോയിൻമെൻറ്റ് അങ്ങ് എടുത്തു. NHSൻ്റെ തന്നെ ഇതായിരുന്നു. നമ്മൾ നേരെ ചെന്നു റിസപ്ഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പേപ്പർ തന്നു. ആ പേപ്പർ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് വേറൊരു നേഴ്സ് വന്നു. നേഴ്സ് വന്നിട്ട് നമ്മുടെ പേര് വിളിച്ചു. പേര് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നിട്ട് ബ്ലഡ് എടുത്തു. സാധാരണ എൻ്റെ ബ്ലഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു 3-4 കുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് കിട്ടുന്നത്. പക്ഷേ ഇത്തവണ എന്താണോ പണിയറിയാവുന്ന ഒരു നേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു. ബ്ലഡൊക്കെ എടുത്തതല്ലേ ക്ഷീണമൊന്ന് മാറ്റിക്കാമെന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള ഒരു പാർക്കിലോട്ട് പോയി. എവർട്ടൺ വിമൻ്റെ ഹോം ഗ്രൗണ്ടാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തണുപ്പായി. കൈയൊക്കെ മരച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനായി. പിന്നെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം, അത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ തിരിച്ച് വിളിച്ച് പറയുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ വിളിച്ച് പറയാറില്ല. അപ്പോൾ എനിക്കെന്തായാലും കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ വീണ്ടും ഡോക്ടറെ പോയി കാണണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ബൈ.